പാപി ചെന്നിടം പാതാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാഷിങ്ടൺ DC എത്തിയാൽ വൈറ്റ് ഹൗസ് എന്തായാലും കാണണമല്ലോ. അങ്ങനെ വൈറ്റ് ഹൗസ് കാണുന്നതിനായിട്ട് അതിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോൾ അടുത്ത പുലിവാല്. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ DC പ്രോപ്പർ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചിരുന്ന പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ആക്ച്വലി DC ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് കേട്ടോ. ഒരുപാട് ഐക്കോണിക് സ്ഥലങ്ങളും ചരിത്രവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറ്റിയാണിത്. ഇങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് കാണാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ. ഇത് അവരുടെ നാഷണൽ ആർക്കൈവ്സ് ബിൽഡിംഗ് ആണ്. കുറേ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻസും ഫെഡറൽ റെക്കോർഡ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ആ കാണുന്നതാണ് വാഷിങ്ടൺ മെമ്മോറിയൽ. ഇത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇതായിരുന്നു വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ്. 555 അടിയാണ് ഇതിൻ്റെ ഉയരം. പിന്നെ അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് World War II മെമ്മോറിയൽ. ഇതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടോ, നേരിൽ കാണുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. അതാണ് ക്യാപിറ്റോൾ ബിൽഡിംഗ്. ഇവിടെ വെച്ചാണ് US കോൺഗ്രസ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതും അവരുടെ കുറേ ഫെഡറൽ ലോസ് ഒക്കെ പടച്ചു വിടുന്നതും. ഇതൊക്കെ കഴിഞ്ഞ് വൈറ്റ് ഹൗസ് ഒന്ന് കാണണമെന്ന് കരുതി അടുത്ത് വരെ എത്തിയപ്പോഴാണ് അവിടെ കുറച്ചു മുമ്പ് ഒരു ഗൺ ഷൂട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരവിടെ എല്ലാം ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്തായാലും ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ദിവസം വീണ്ടും സിറ്റിയിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി ബാക്കി പരിപാടികൾ കാണാമെന്ന് തീരുമാനിച്ച് തൽക്കാലം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകും. ബാക്കിയൊന്നും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.